ഇറാന്റെ ആണവ വികിരണ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടർന്നാൽ മേഖല ആകെ ദുരന്ത ഭൂമിയാകുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഗൾഫ് രാജ്യങ്ങളെ മൊത്തത്തിൽ വികിരണം ബാധിക്കുമെന്ന് അറിയിപ്പുണ്ട്. ഇറാന്റെ ആണവ വികിരണ മുന്നറിയിപ്പ് പശ്ചിമേഷ്യയിൽ വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ മേഖലയിലാകെ ദുരന്ത ഭൂമിയാകുമെന്നാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. GCC രാജ്യങ്ങളെ മുഴുവൻ വികിരണം ബാധിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇറാനിലെ ബുഷഹർ ആണവ നിലയത്തിന് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന വ്യോമാക്രമണങ്ങൾ ആഗോള ദുരന്തത്തിന് തന്നെ വഴിവെക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും പറഞ്ഞത്. ആണവ നിലയം തകർക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് ചോർച്ച ഇറാനേക്കാൾ കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളെ തന്നെ ആയിരിക്കുമെന്നും GCC രാജ്യങ്ങളുടെ തലസ്ഥാനത്തിന് ജനജീവിതം അതോടെ അവസാനിക്കുമെന്നാണ് അരാഗ്ചി തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബുഷഹർ ആണവ നിലയത്തിന് നേരെയുണ്ടായ US-ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അരാഗ്ചിയുടെ പ്രതികരണവും വന്നത്. ഇറാന്റെ പെട്രോ കെമിക്കൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ശത്രുക്കളുടെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആണവ നിലയത്തിന് നേരെയുള്ള നീക്കങ്ങൾ തുടരുകയാണെങ്കിൽ ഗൾഫ് മേഖലയിലാകെ മാരക റേഡിയോ ആക്റ്റീവ് വികിരണം പടരുമെന്ന മുന്നറിയിപ്പ് അയൽ രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുകയാണ്. ഇതിനിടെ അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ഇറാൻ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ആദ്യത്തേത് കോഗ്ലിയു ബോയർ അഹമ്മദ് പ്രവിശ്യയിലും രണ്ടാമത്തേത് ഗൾഫ് മേഖലയിലുമായിരുന്നു തകർന്നു വീണത്. ഈ ആക്രമണത്തിനൊക്കെ പിന്നാലെയാണ് ഇറാന്റെ പെട്രോ കെമിക്കൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള US-ന്റെയും ഇസ്രയേലിന്റെയും ഈ വ്യോമാക്രമണങ്ങൾ വരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.